എറണാകുളം സെന്റ് തെരേസാസ് കോളേജിനെ മലയാളത്തിൽ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലാണ് മലയാളത്തിൽ രാഷ്ട്രപതി സംസാരിച്ച് സദസ്സിന്റെ ഹർഷാരവങ്ങൾ ഏറ്റുവാങ്ങിയത്. 4 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരമെന്ന് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രസംഗം ആരംഭിച്ചത്. എല്ലാവർക്കും എൻ്റെ ആശംസകളെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗം അവസാനിപ്പിച്ചതും. മലയാളത്തിൽ രാഷ്ട്രപതി സംസാരിച്ചപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം അടങ്ങിയ സദസ്സ് നിറഞ്ഞ കയ്യടിയോടെയാണ് വാക്കുകൾ ശ്രവിച്ചത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. രാഷ്ട്ര നിർമ്മാണത്തിൽ വനിതകളുടെ പങ്കാളിത്തത്തിൽ ഊന്നിയായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം. 4 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡൽഹിയിലേക്ക് മടങ്ങി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 2:15 വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ഡൽഹിക്ക് മടങ്ങിയത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മന്ത്രി VN വാസവൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ രാഷ്ട്രപതിക്ക് യാത്രയയപ്പ് നൽകി. ശബരിമല സന്ദർശനത്തിനും വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാനുമായി ചൊവ്വാഴ്ച വൈകിട്ടാണ് രാഷ്ട്രപതി കേരളത്തിലെത്തിയത്. സെന്റ് തെരേസസിലെ പരിപാടികളിൽ പങ്കെടുക്കാനായി നാവിക വിമാനത്താവളത്തിൽ രാവിലെ എത്തിയ രാഷ്ട്രപതിയെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രി VN വാസവൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ജനം, കൊച്ചി.